കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെതിരായ അർജന്റീനയുടെ പ്രകടനം ആരാധക പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകുന്നതായിരുന്നു. മത്സരത്തിന് ശേഷം ആസ്വദിക്കാൻ യാതൊന്നും ഈ മത്സരം നൽകിയില്ലെന്നാണ് പരിശീലകൻ ലയണൽ സ്കലോണി പറഞ്ഞത്. ലയണൽ മെസ്സിയുടെ പരിക്കും ഫോമില്ലായ്മയും അർജന്റീനയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. ടൂർണമെന്റിൽ ഇതുവരെ ഒരു അസിസ്റ്റ് മാത്രമാണ് മെസ്സി നൽകിയിരിക്കുന്നത്. ഇക്വഡോറിനെതിരെ പെനാൽറ്റി പാഴാക്കിയ താരം ടൂർണമെന്റിൽ ഇതുവരെ 2 വമ്പൻ അവസരങ്ങൾ തുറച്ചു. പരിക്കിന്റെ ലക്ഷണങ്ങൾ മെസ്സിയെ വിടാതെ പിന്തുടരുന്നുണ്ട്. ആ ഭയം ഉള്ളിലുള്ളതുപോലെയാണ് മെസ്സിയെ കളിക്കളത്തിൽ കാണുന്നത്. ഒരു ടൂർണമെന്റിൽ നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയിൽ കളിക്കുന്നതിൽ നിന്നും മെസ്സിയെ പിൻവലിപ്പിക്കുന്നത് ഈ ഭയമാണെന്നാണ് കരുതേണ്ടത്. കളിക്കളത്തിലുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടകാരിയായി മാറാമെങ്കിലും മെസ്സി മോശം പ്രകടനം നടത്തുമ്പോൾ പിൻവലിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഇക്വഡോറിനെതിരെ മെസ്സിയെ 90 മിനിറ്റും കളിപ്പിക്കാതെ ഡിമരിയെ ആദ്യ ലെവലിലിറക്കി മെസ്സിയെ പിന്നീട് പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഡിമരിയെ പകരക്കാരനായി ഇറക്കുകയോ വേണമായിരുന്നു എന്ന അഭിപ്രായം ശക്തമാണ്. മെസ്സിയെ അപേക്ഷിച്ച് ഈ കോപ്പ അമേരിക്കയിൽ കളത്തിലിറങ്ങുമ്പോൾ കൂടുതൽ അപകടം ഡിമരിയ സൃഷ്ടിക്കുന്നുണ്ട്. ഇക്വഡോറിനെ പോലെ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു കളിച്ച ഒരു ടീമിനെതിരെ താരത്തിന്റെ വേഗതയും ചടുലമേറിയ നീക്കങ്ങളും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയേനെ. എന്നാൽ 1 മിനിറ്റ് പോലും ഡിമരിയെ പരീക്ഷിക്കാൻ സ്കലോണി തയ്യാറായില്ല. ഇത് തന്നെ അവസാന ടൂർണമെന്റാണെന്ന് പ്രഖ്യാപിച്ച താരമാണ് ഡിമരിയ. ഇതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്കായി സർവ്വവും താരം മൈതാനത്ത് നൽകുമെന്നതിൽ സംശയമില്ല. ഡിമരിയെ കൂടുതൽ ഉപയോഗിച്ചാൽ ഇത് മെസ്സിയുടെ ജോലിഭാരം കുറയ്ക്കുമെന്ന് ഉറപ്പാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.